ഈ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാച്ചാല്, ഞാൻ കണ്ടതിൽ കുറെ അനുഭവം കണ്ടിട്ടുണ്ട്. അതിൽ തീവ്രമായ അനുഭവം, ഒരാളെ ഞങ്ങള് പിടിച്ചുകൊണ്ടുവരുമ്പോൾ 21-22 വയസ്സുള്ള യുവാവ്, കുറച്ച് തീവ്രതയേറിയ മയക്കുമരുന്നാണ് ഉപയോഗിക്കണേ. പിടിച്ച് ഒരു 12-1 മണി സമയത്ത് നമ്മൾ ഓഫീസിൽ കൊണ്ടുവന്നു. അവനെ ലോക്കപ്പിലാക്കി. ബേസിക്കലി വളരെ സൗമ്യനായ ചെറുപ്പക്കാരൻ, വളരെ സൗമ്യനാണ്. ലഹരിമരുന്നിന് അടിമപ്പെട്ടു എന്നത് സത്യം. ആ ലഹരിമരുന്നിന് അടിമപ്പെട്ട സമയത്ത് അതിന് പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവൻ പല കാര്യങ്ങളും ചെയ്തു. പോക്കറ്റടി, അതിന് പോലീസ് പിടിച്ചു. മാല പൊട്ടിക്കൽ, അതിന് പുറമെ മയക്കുമരുന്ന് വിൽപ്പന, അതിനാണ് ഞങ്ങൾ പിടിച്ചത്. 12 മണിക്ക് കൊടുന്ന ആളെ ഒരു 3:30-4 മണി സമയമായപ്പോൾ അവൻ സാധാരണ ഈ മയക്കുമരുന്ന് എടുക്കുന്ന സമയം അതാണ്. അപ്പോൾ ഞങ്ങൾ ലോക്കപ്പിനകത്താവുകൊണ്ട് അന്ന് അത് എടുക്കാനുള്ള സാഹചര്യം കിട്ടാതെ വന്നപ്പോൾ ആ സാധുവായി ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞ ആള്, അവന്റെ സ്വഭാവത്തിൽ കുറച്ച് മാറ്റം വന്നു. അവിടുന്ന് എണീറ്റു. അവൻ വന്നിട്ട് ആ ലോക്കപ്പിന്റെ അഴിയുടെ അവിടെ വന്നിട്ട് ഞങ്ങൾ ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ ഇടയിൽ ഉറക്കനെ പെട്ടെന്ന് ശബ്ദം ഉണ്ടാക്കിയിട്ട്, സാറേ ഒറ്റ വിളിയാ. ഞങ്ങൾ പെട്ടെന്ന് ഞെട്ടി ഇവന്റെ ആ ഒരു മാറ്റം. ഞങ്ങൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പറഞ്ഞു, എനിക്കൊരു ബീഡി വേണം. ഞങ്ങൾ പോയി കിടക്കട, അവിടെ എക്സൈസ് ഓഫീസിലാണ് ബീഡി വലിക്കണേ എന്ന് ചോദിച്ചപ്പോൾ അവൻ പോയി അവിടെ കിടന്നു. പക്ഷെ ആ കിടന്ന് 1 മിനിറ്റ് അവൻ കിടന്നില്ല. അവിടെ നിന്ന് എണീറ്റിട്ട് അവൻ ഓടി വന്ന് ആ ലോക്കപ്പിന്റെ അഴിയിൽ ഇങ്ങനെ ശക്തമായിട്ട് പിടിച്ചിട്ട് അവൻ പറയാം, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, എനിക്കൊരു ബീഡി തരാൻ പറ്റില്ലല്ലേ, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഈ തല ശക്തമായിട്ട് അതിലടിക്കാൻ തുടങ്ങി. ഇങ്ങനെ ക്രോസില് പട്ട വെച്ചിട്ടുണ്ട്. ആ പട്ടയുടെ മുകളിൽ ഈ ഷാർപ്പായിട്ടുള്ള എൻഡിൽ പോയിട്ട് തല അടിച്ച് നെറ്റി പൊട്ടി രക്തം അങ്ങനെ ഒഴുകാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ജോലി ചെയ്യുന്ന ആൾക്കാർ അവിടുന്ന് ചാടി എണീറ്റ് ഓടി വരികയാണ്. ഓടി വരുമ്പോൾ ഞങ്ങൾ വരുന്ന കണ്ടപ്പോൾ അവൻ ആ പിടിവിട്ടു. നേരെ പുറകിലെ ചുമരിൽ വന്ന് തല അവിടെ പോയി അടിച്ചു. അവിടെ താഴെ വീണു. അവിടുന്ന് എണീറ്റു. ശരീരമാസകലം അവൻ മാന്തി പൊളിക്കാൻ തുടങ്ങി. വിത്ഡ്രോവൽ സിംറ്റമാണ്. അതായത് ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു വ്യക്തി ആ ലഹരി ആ സമയത്ത് ഉപയോഗിക്കാൻ കിട്ടാത്ത എന്തെങ്കിലും സാഹചര്യം വരുമ്പോ അവൻ ഇതുപോലെ ഭ്രാന്ത് കാണിക്കും. അതൊരു രോഗമാണ്. ഞങ്ങൾ അതിനകത്ത് കയറി അവനെ ബലം പ്രയോഗിച്ചിട്ട് കീഴ്പ്പെടുത്തി എന്ന് വേണം പറയാൻ. ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി അവന്റെ കയ്യിലും കാലിലും ആൻകപ്പെടേണ്ട അവസ്ഥ വന്നു. കാരണം ഇവൻ ഒതുങ്ങണ്ടേ. ഞങ്ങൾ ജീപ്പിൽ കയറ്റി തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ നോക്കി, ഒരു ഇഞ്ചക്ഷൻ എന്തോ ചെയ്ത് ഒരു മരുന്നെടുത്തു. അവൻ നോർമലായി. ആ ഡോക്ടറോട് ഞങ്ങൾ ചോദിച്ചു, സാറേ ഇത് എന്ത് ചെയ്യണം? ഇത്ര വലിയ ഭ്രാന്ത് ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. പലപ്പോഴും ചെറിയ തരത്തിലുള്ള ഭ്രാന്തുകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് വളരെ വലിയ ഭ്രാന്താണ്. അപ്പൊ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഇത് വിത്ഡ്രോവൽ സിംറ്റമാണ്. അത് ഓരോ ലഹരി മരുന്നിനും അതിന്റെ തീവ്രതയ്ക്കനുസരിച്ച് വിത്ഡ്രോവൽ സിംറ്റം കാണിക്കും. ബീഡി വലിക്കുന്ന ആളാണെങ്കിൽ ഇതുപോലെ ഭ്രാന്തൊന്നും കാണിക്കില്ല. പക്ഷെ ബീഡി വലിക്കുമ്പോൾ അത് വലിക്കുന്ന സമയത്ത്